പ്രിയ നിറഞ്ഞവരെ, അമ്മയോടൊപ്പം രണ്ടാം ദിനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കൊച്ചു കാര്യം, ബ്ലെസ്ഡ് വെർജിൻ മേരി, ദ വൺ ഹു ആസ് ക്ലാരിഫിക്കേഷൻ. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിലും ദൂതൻ അറിയിക്കുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യത്തിൽ പരിശുദ്ധ കന്യകാമറിയം ദൂതനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൂതൻ അവളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മൂലമാണ് നീ ഗർഭം ധരിക്കുകയും ഒരു പുത്രന് ജന്മം കൊടുക്കുകയും ചെയ്യുക എന്ന്. പിന്നീട് മറിയം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, ദൈവത്തിന്റെ പദ്ധതിക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. പ്രിയം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യതയൊന്നുമില്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിന് ഉത്തരങ്ങളില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ചോദ്യങ്ങളൊക്കെ വരാം. ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ദൈവം ചില ഉത്തരങ്ങൾ തരും. അങ്ങനെ ഉത്തരങ്ങൾ ലഭിച്ചാൽ പിന്നീട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. മറിയത്തെ പോലെ ലഭിച്ച ഉത്തരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിതത്തെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നീട് ചോദ്യങ്ങൾക്കല്ല, ദൈവത്തോടുള്ള വിധേയപ്പെടലിനാണ് പ്രാധാന്യം. ദൈവത്തോട് വിധേയപ്പെട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.